ഏറ്റവും അനുഗ്രഹമായി തീർന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ, ഈ പൽക്കാലം കർത്താവ് VBS സമാപന ദിവസം കർത്താവെ, പൈതങ്ങളെല്ലാം കർത്താവ് വളരെ പ്രതീക്ഷയോടെ ആഹ്ലാദ ഞാൻ പറഞ്ഞു തരാവേ, അത് കഴിഞ്ഞ് നിങ്ങൾ പറയണേ. ഓക്കെ, ജയ് ജയ് VBS, ജയ് ജയ് യേശു ക്രിസ്തു, VBS, ജയ് ജയ് VBS, ജയ് ജയ് യേശു ക്രിസ്തു. ജയ് ജയ് യേശു ക്രിസ്തു. ബൈബിൾ നമ്മുടെ ആയുധമാണ്. സ്നേഹത്തിൻ ദൂത് അതിലുണ്ട്. ദൈവസ്നേഹം വന്നാലേ, ദൈവസ്നേഹം വന്നാലേ കുട്ടികളെല്ലാം യേശു ക്രിസ്തുവിൽ. ജയ് ജയ് VBS, ജയ് ജയ് VBS, ജയ് ജയ് യേശു ക്രിസ്തു, ജയ് ജയ് VBS. കൂടെ എന്നും നടക്കുന്നവൻ നാം ഉയരാം.
നമുക്ക് മുമ്പേ നടക്കുന്നവൻ കൈയർത്തി ഹോയ് ഹോയ് ready 1 2 3 start എല്ലാവരും ഒരിക്കൽ കൂടെ നിൽക്കുന്നു ready 1 2 3 start വലത് കൈ താഴ്ത്തിയിടുന്നു മുമ്പോട്ടായിരുന്നു റെഡി ഒന്ന് കുനിയുന്നു നടുവേന ഒന്നുമില്ലല്ലോ റെഡി 1 2 3 സ്റ്റാർട്ട് വെരി ഗുഡ് ബൈബിൾ നമ്മുടെ ആയുധമാണ് ബൈബിൾ നമ്മുടെ ആയുധമാണ് ഇത് പവർ 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 വീരിയസ് ഇത് പവർ 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 വീരിയസ് പാട്ട് പാടി കൈയടിച്ചു നൃത്തം ചെയ്യാം കൂട്ടുകൂടി ആട്ടമാടി സന്തോഷിക്കാം പാട്ട് പാടി കൈയടിച്ചു നൃത്തം ചെയ്യാം കൂട്ടുകൂടി ആട്ടമാടി സന്തോഷിക്കാം ഇത് പവർ 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 വീരിയസ് 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 ഇത് പവർ 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 നാമം ഈ രാവിലെ വാഴ്ത്തപ്പെടട്ടെ. ചേർത്ത് കളിക്കാൻ ചേർത്ത് കളിച്ചാൽ അവർക്കൊക്കെ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ സേവനം ഈ ഭീഗസിന് ഏറ്റവും അനുഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ്, അധ്യാപകർ അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ക്രിസ്തുവേശുവിനുള്ള സ്നേഹവും നന്ദിയും സ്വാഗതവും അർപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള VBS നടക്കുന്നത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇത്രയും 100 പരം കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കുവാൻ, കർത്താവായ യേശുവിനെ കൂടുതൽ അടുത്തറിയുവാൻ പാട്ടുകൾ, കഥ. അവസാനത്തെ ദിവസമാണ്. VBS ഒരു അനുഗ്രഹമായിരുന്നു. VBSന്റെ തീം എന്ന് പറയുന്നത് വൈബായിരുന്നു. അതിന് എടുത്ത കുറുവാക്യം എന്ന് പറയുന്നത് കൊലോസ്യർ 3:17 വാക്കിനാലോ ക്രിയയാലോ
എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ഡേ 1 നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദൃഢനിശ്ചയം എന്നതായിരുന്നു. ഡേ 2 ദൈവസാന്നിധ്യവും രൂപാന്തരവുമായിരുന്നു. ഡേ 3 നല്ല മാതൃക. ഡേ 4 സ്വാധീനം എന്നതായിരുന്നു. VBSനെ വെച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ വൈബ് ഉണ്ടാക്കാമെന്നും അതെങ്ങനെ നിലനിർത്താമെന്നും ക്ലാസ്സുകളിലൂടെ പഠിക്കാനായിട്ട് സാധിച്ചു. ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ടീച്ചേഴ്സിനെ അത് വ്യക്തമായിട്ട് പഠിപ്പിക്കാനും ദൈവം സഹായിച്ചു. അതേപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓരോ ദിവസത്തെ വളരെ നല്ലതായിരുന്നു. പുതിയ പുതിയ പാട്ടുകൾ, ആക്ഷൻ സോങ്ങുകൾ, സൗഹൃദങ്ങൾ അതൊക്കെ ലഭിക്കാനായിട്ട് VBSന് കാരണമായിരുന്നു. ഈ VBS ഏറ്റവും മനോഹരമാക്കിയത് സാജു സാറും കുടുംബവും പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കുറെ പേരുമാണ്. തുടർന്നും സാറിനും സാറിന്റെ കുടുംബത്തിന് അനേകം കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലേക്ക് ചേർത്ത് വളർത്താനായിട്ട് സാധിക്കട്ടെ. ഈ ലോകത്തിലെ മയക്കുമരുന്ന് എങ്ങനെയും കഴിവ് കണ്ടുപിടിക്കാതെ ക്രിസ്തുവിൽ കഴിവ് കണ്ടുപിടിച്ച് ജീവിക്കാൻ കൂടി കോരുക. പൊതുവെ പാട്ടുകൾ പഠിക്കാനും പഠിക്കാനും ഇടയായി. അതിനെപ്പറ്റി ഞങ്ങളെ ട്രെയിൻ ചെയ്ത സാജു സാറിനും കൊണ്ടൊന്നും മറക്കാൻ പറ്റില്ല. പിന്നെ അതുകൂടാതെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വിജയകരമായ ഭക്ഷണം തന്ന് നമുക്ക് എല്ലാ ദിവസവും സന്തോഷിപ്പിച്ച സംഘടനയും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വയ്ക്കുന്നത് പിന്നെ VBS ഞങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുവാനും കുട്ടികളുടെ ആശയങ്ങളും നടത്താനിടയായി. ഈ VBS കൂടുതലായിട്ട് പറയുമ്പോൾ ഈ VBS ഇന്നലെ നല്ല ദിവസം പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ആത്മീയമായി വളരുവാനും പലർക്കും ഇടയായി. എടുത്ത് തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് പാട്ടുകൾ പഠിക്കാൻ നമുക്കിടയായി. സാറും കുടുംബവും വളരെ ആക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് അത് വളരെ അനുഗ്രഹമായിരുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അത് എൻജോയ് ചെയ്തു തന്നെ. പ്രയോജനം നിങ്ങളത് അറിയുമെന്ന് ഞാൻ ഉറപ്പോടെ ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും നിങ്ങളുടെ മുമ്പോട്ടുള്ള എല്ലാ ജീവിതത്തിലും അത് അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. കൂട്ടുകാരെ, ഇങ്ങോട്ട് നോക്കി, ഇത് എൻ്റെ ഒരു പേപ്പറുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഫോണിൽ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു A4 പേപ്പർ പോലെ ഒരു ചുളുക്കോ ഇല്ല, കറയില്ലാതെ എന്ന് വെച്ചാൽ ഒരു എഴുതില്ലാതെ ആയിരിക്കും നിങ്ങൾ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഓരോ സാറന്മാരാകുന്ന ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്തു? ഇങ്ങനെ വിളിച്ചു, അഭിഷേക് ഇവിടെ നിൽക്കട. അഭിഷേകിന്റെ പേര് ഞാൻ ഓർക്കുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ നിൽക്കട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ് നമ്മളിങ്ങനെ. അദ്ദേഹം നിങ്ങൾ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അദ്ദേഹം എന്താ പറയാ, ഏഞ്ചലീന പറയാ, ഏഞ്ചലീനെ ഇങ്ങനെ തിരിഞ്ഞേ, ഇങ്ങനെ ചെയ്ത്. അപ്പൊ വീണ്ടും എന്തിനാ സാറ് ഞങ്ങളോട് ഇത് പറയുന്നത്? ഞങ്ങൾ വൈബല്ലേ എന്ന് പറഞ്ഞ് ലാസ്റ്റ് സാറുമാരും ടീച്ചർമാരും ഇവിടെ ഉള്ളവരെല്ലാരും ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ ഇങ്ങനെയാക്കി. സാറ് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആവശ്യമില്ലാത്തെല്ലാം നിങ്ങളെ മാറ്റിയിട്ട് എന്താണ് ആവശ്യമുള്ളത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകി തരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അല്ലെ? അങ്ങനെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ എന്ത് ചെയ്യാണ് ഞങ്ങൾ വചനത്തിലൂടെ, പാട്ടിലൂടെ, എന്താ പറയാ, അതുപോലെ ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്തു? നിങ്ങളെ കരത്തിന് എന്ത് ചെയ്തു? ഞങ്ങൾ അങ്ങ് എടുത്തു മാറ്റി. ആ ദിവസം വന്നപ്പോൾ ചിലർക്ക് ഒരു കാര്യം, ഇത് എന്ത് VBS കഴിഞ്ഞ എങ്ങനെയൊക്കെ ചിലവര് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞല്ലേ? അങ്ങനെയല്ല പിന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആ ഒരു ചിന്ത ഞങ്ങൾ അത് വെട്ടിക്കളഞ്ഞു. വീണ്ടും പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഭാരത്തെ എന്ത് ചെയ്തു? ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്തു? ഇതുപോലെ ഞങ്ങൾ വെട്ടി അങ്ങ് കളഞ്ഞു. അങ്ങനെ നിങ്ങൾ ഫുൾ സീറ്റ് ആയിട്ട് വന്ന്, നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് വന്ന് നിങ്ങളെ എന്ത് ചെയ്തു? ഞങ്ങളെല്ലാം VBS കഴിഞ്ഞപ്പോൾ എങ്ങനെയാക്കി? ഇങ്ങനെയാക്കി അല്ലെ? നിങ്ങളെ ഇങ്ങനെ ഒരു ലെവലിലേക്കാണ്. ഞാൻ പറയാം, ഒരു A4 സൈസ് വലിപ്പത്തിൽ നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങും പോകാൻ കഴിയത്തില്ല. പക്ഷെ ഈ ഒരു ഷേപ്പ്, നമ്മുടെ നല്ല മാതൃക, ഒരു നല്ല മാതൃക നിങ്ങൾക്ക് എതുവഴി വേണമെങ്കിലും എങ്ങനെ വേണം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യുവാണ്? ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്തു? ചിലതിനെയൊക്കെ എടുത്ത് മാറ്റി. എനിക്ക് 2 കുഞ്ഞുങ്ങൾ, എഞ്ചിനീയറായോ അഭിഷേക്, പെട്ടെന്ന് പറയാമോ? പെട്ടെന്ന് ഈ വെട്ടിക്കളഞ്ഞത് എന്താണ് നമ്മൾ നോക്കാൻ പോവാണ്. ഇതെന്താണ്? ഈ ലെറ്റർ ഏതാണ്? ഒന്ന് വരാമോ? പെട്ടെന്ന് വരക്കാം, പെട്ടെന്ന്. ഇത് ഏത് ലെറ്ററാണ്? ഇത് പെട്ടെന്ന് പെട്ടെന്ന്.
എന്ത് ചെയ്തു? ഒരെല്ല് പിടിച്ച് ഇതൊരല്ല. ഓക്കെ, എല്ലാ ഡിവിഷനും കേട്ടോ. ഓക്കെ, ഒരാളുടെ മരണം. ഓക്കെ, ഇതെന്താണ്? ഇതും എല്ലാം. മോനെ ബ്ലാക്ക് ടീഷർട്ട് പ്ലീസ് കം. ഓക്കെ, അടുത്ത 2 പീസുകളുണ്ട്. അതോടെ നമ്മൾ എടുക്കുകയാണ്. പെട്ടെന്ന് വരും. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ആശംസ ഇത് പിടിച്ചോളൂ. ഓക്കെ, ഇതോടെ പിടിച്ചോളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരാളുടെ ആരാ വരുന്നത്? മോളെ അങ്ങനെ രണ്ട് പീസുകൂടെ ഉണ്ട്. നിങ്ങളെ വെട്ടിക്കളഞ്ഞ ടീച്ചർമാരും ഡയറക്ടർമാരും നിങ്ങളെ വെട്ടിക്കളഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ കേട്ടോ, ഇങ്ങനെ പിടിച്ചേ. അതിന്റെ നടുക്കൂടെ ഇതുകൂടെ കൂട്ടി പിടിച്ചേ. ഇതിപ്പോ ഏത് ലെറ്ററായി? ഇതൊന്ന് പിടിച്ചേ. ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ നേരെ വന്നേ. മോനിപ്പോ ഇത് ഏതാണ്? ഈ ലെറ്റർ ഏതാണ്? യെസ്, ഓളെ ഫ്രണ്ട് രണ്ടാമത്. ഇത് ലെറ്ററാണ്. ഇത് രണ്ടും ഏതാണ്? അപ്പൊ സ്പെല്ലിംഗ് വായിച്ചേ. SELL. എന്താണ് എൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പോർഷനല്ല എന്ത് ചെയ്തു? ഞങ്ങളെ ടീച്ചർമാരാണ്. ഞങ്ങൾ രാവിലെ വന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളെ ഈ സാറ് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റ് റിലേഷനും വീടുന്ന നിങ്ങളുടെ ലൈഫിനെ കളയുന്ന ചിലരെയൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. ഇപ്പൊ മനസ്സിലായോ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഈ VBSലൂടെ സംബന്ധിച്ച്? അങ്ങനെ എല്ല് എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഇനി ബാക്കി എന്താണ് നമുക്ക് നോക്കാം. ബാക്കി നിങ്ങൾ എങ്ങനെയായി മാറി? ഈ പേപ്പർ നിവർത്തുമ്പോൾ എന്താണ്? ഇപ്പൊ നിങ്ങൾ ആരാണ്? ക്രിസ്തുവിന് ഉണ്ടോ സ്വർഗത്തിന് പോകാൻ നിങ്ങൾ കേട്ടോ. ഞങ്ങൾ ഈ ദിവസത്തിൽ VBS ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ പാടി സാർ പറഞ്ഞു, ചാടി മറിഞ്ഞു, ഒരുപാട് ഗെയിമുകളൊക്കെ ചെയ്തു. പക്ഷേ അതിന്റെ പിന്നിൽ എന്താണെന്നറിയാമോ? നിങ്ങളെ കർത്താവിന് നല്ല മാതൃകയുള്ളവരാക്കുക. നിങ്ങളുടെ ലൈഫ് നിത്യജീവൻ നിങ്ങളെ ഉപയോഗിക്കുക. നിങ്ങളുടെ ലൈഫ് സ്വർഗത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്വർഗ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുക. നിങ്ങൾ എന്ത് ചെയ്യാണ്? സ്വർഗത്തിന് യോഗ്യരായി തീരുക, അവകാശികളായി തീരുക എന്നുള്ളൊരു പദമാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങളുടെ VBS നിങ്ങളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ നരകം എന്ന് പറയുന്ന നരകത്തിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ VBSലൂടെ വെട്ടിക്കളയുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, ഞാൻ ഒന്നുകൂടെ VBSലൂടെ ആശംസ പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇവിടെ വളരെ പെയിൻ എടുത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ നടത്തിയത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറയാം, VBS കഴിഞ്ഞ് നമ്മളെല്ലാം പോവുകയല്ല. ഞാനും ഞങ്ങളുടെ വീട്ടിലാണ്. ഞാൻ പറയുകയാണ് ടീച്ചർമാരോട്, എന്നും നിങ്ങളെ എല്ലാം ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കും. സാറുമാരെ ഓർത്ത് പ്രാർത്ഥിക്കും, ടീച്ചേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കും. കാരണം ഇതിന്റെയൊക്കെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ ചെല്ലുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ ചെല്ലുക. നീ ദൈവത്തിന് മാതൃകയുള്ളവരായി മാറും. അതുകൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള ദിവസത്തിലുള്ള വൈബ് എന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? യേശുമായിട്ട് നിൽക്കുവാനുള്ളതാണ്. ഓക്കെ, സന്തോഷമുണ്ടോ? അങ്ങനെയുള്ളവരെന്ന് കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഈ VBSലൂടെ ബാലൻ നടക്കേണ്ടുന്ന വഴികളെ ഓർപ്പിക്കുവാൻ ഇടവന്നതുപോലെ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും കൈകളെ പിടിച്ചേ. നിങ്ങളുടെ പ്രാർത്ഥന ശരിയാണെങ്കിൽ ഇതൊരു ഫ്ലാഗ് ആയിട്ട് മാറും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ പ്രാർത്ഥനയിൽ? യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ യേശുപ്പച്ചനേക്ക് എല്ലാം തരുമെന്ന് വിശ്വസിക്കുന്ന എത്ര കൂട്ടുകാരുണ്ട്? യെസ്, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകണം. ഓക്കെ, അപ്പൊ എല്ലാവരും കൈ പിടിച്ചോളൂ. എല്ലാവരും പിടിച്ചോളൂ. പറഞ്ഞേ, യേശുപ്പച്ച, യേശുപ്പച്ച, ഈ VBSോടെ എന്നെ നല്ല മിടുക്കലാക്കി, മിടുക്കമുള്ളവരാക്കി മാറ്റണമേ. നിങ്ങളുടെ പ്രാർത്ഥന ശരി. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥന എത്രയോ കറക്റ്റ് ആണ്. നിങ്ങളുടെ പ്രാർത്ഥന ശരിയായതുകൊണ്ട് ഇതാ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ആയിട്ട് ഇതാ അത് പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ സത്യത്തിൽ പ്രാർത്ഥിച്ചു. നമ്മുടെ കാപ്പിയൊക്കെ ചുമ്മാ ഒന്നുകൂടെ പ്രാർത്ഥിച്ചേ. കള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. നന്നായിട്ട് പ്രാർത്ഥിച്ചാലേ ഇതിന് മാറ്റം
ഉണ്ടാകുന്നത്. ഓക്കെ, ഒന്നുകൂടെ എല്ലാവരും കാണിച്ചു. അവിടെ നിന്ന് കൈ നീട്ടി പ്രാർത്ഥിച്ചോ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ഏത് വിഷയം ഉണ്ടെങ്കിലും ഇന്നൊരു പരിഹാരമാണ്. പ്രാർത്ഥിച്ചു. എല്ലാ വിഷയത്തിനും ഇന്നൊരു പരിഹാരമാണ്. പോലെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചോളൂ. യെസ്, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഒന്നുകൂടെ കണ്ണടയ്ക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. യേശുവേ, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യെസ്, നിലമ്പൂരിലെ കൂട്ടുകാർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഇതാ ആ പീസുകൾ ഇതാ ഒരു പാലായി. സത്യം പറ, നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങൾ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാവരും പോയി നമ്മൾ ഒന്നുകൂടെ നോക്കാൻ പോവാം. ഇനി ഇരുന്ന് പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്. യെസ്, എല്ലാവരും ഇരുന്നേ, എല്ലാവരും ഇരുന്നേ, എല്ലാവരും ഇരുന്നേ. യെസ്, എല്ലാവരും കണ്ണടച്ച് ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോവാണ്. ടീച്ചർമാരും എല്ലാവരും കൈനീട്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയ യേശുവേ, ഈ വീഡിയോസിലൂടെ അങ്ങേ അനുസരിക്കുകയും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു. യേശു നാമം തന്നെ. യെസ്, അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കാൻ പോകണം. യെസ്, 1 2 1 2 1 2 1 2 1 2 3 4. Power, 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 power,
ഈ പ്രാവശ്യത്തെ VBSന്റെ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ആ വൈബിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആ ഹൃദയത്തിന്റെ അകത്ത് ക്രിസ്തുവായിട്ടുള്ള വൈബ് എപ്രകാരമാണെന്ന് അവർ ചാർട്ടിൽ വരച്ച് അത് അടയാളപ്പെടുത്തി ഓരോ ദിവസം തീമും എഴുതി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും നല്ലത് ഏതാണ്? നമ്മള് ഒന്ന് Joji, Briona K. Saju.